നമസ്കാരം, എൻ്റെ പേര് അഖിൻ. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു സെക്ഷനിലൂടെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിന്റെ തുടർച്ച എന്നോളമാണ്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ബേസിക് ഇലക്ട്രോഡ്സിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം, ഒരു സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് കാൽക്കുലേഷൻസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിലൂടെ പഠിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിച്ചതിന്റെ ബാക്കിയായിട്ടുള്ള വോൾട്ടേജും പവറും കറണ്ടും അത് വെച്ചിട്ടുള്ള ഇക്വേഷൻസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് രണ്ട് ഡേറ്റാസ് തന്നാൽ, ഇപ്പൊ പവറും കറണ്ടും തന്നു കഴിഞ്ഞാൽ അതിന്റെ വോൾട്ടേജ് എങ്ങനെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ വോൾട്ടേജും കറണ്ടും തന്നു കഴിഞ്ഞാൽ അതിന്റെ പവർ എങ്ങനെ കണ്ടുപിടിക്കും. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിലൂടെ നോക്കുന്നത്. ഈ സെക്ഷൻ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്കൊരു പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാനും കഴിയും. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രിക്കൽ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള P=V/I. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രിക്കൽ എല്ലാ ഡിസൈൻസും കൊണ്ടുവരുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നോക്കിയിട്ടുണ്ട്. P എന്താണെന്നും V എന്താണെന്നും അതുപോലെ I എന്താണെന്നും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത് വെച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണ്. നമുക്കിതിൽ രണ്ട് ഡേറ്റാസ് തന്നു കഴിഞ്ഞാൽ ഇത് മൂന്നാമത്തെ ഡേറ്റ നമുക്ക് എങ്ങനെ കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു സോളാർ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തേക്കുന്ന ഒരു ബാറ്ററിയുടെ ഡേറ്റാസ് ആണ്. അതൊരു ബാറ്ററി 12 വോൾട്ട് 150 AH ബാറ്ററി എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിന് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് എഴുതണം. എന്തൊക്കെ ഡേറ്റാസ് ആണ് ആ മാനുഫാക്ചർ തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ബാറ്ററിയുടെ സ്പെക്ക് എന്തൊക്കെയാണെന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുത്ത് എഴുതണം. ഇവിടെ നമുക്ക് വോൾട്ടേജ് തന്നിട്ടുണ്ട്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, വോൾട്ടേജിന് ചിലപ്പോൾ മാനുഫാക്ചർ വോൾട്ടേജ് എന്ന് എഴുതത്തില്ല, അതിൻ്റെ സിമ്പിളായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്കിവിടെ ലെറ്ററിങ്ങിൽ V ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം വോൾട്ടേജ് നമുക്കറിയാം 12. അടുത്ത നമുക്ക് തന്നിരിക്കുന്നത് 150 AH എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. എന്താണ് AH എന്ന് വെച്ചാൽ ബാറ്ററിയുടെ യൂണിറ്റ് ആണ്. ഇതിനെക്കുറിച്ച് നമ്മൾ അടുത്ത സെക്ഷനിൽ ബാറ്ററിയെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഇപ്പം മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പം 150 AH എന്ന് വെച്ചാൽ അതിൻ്റെ ആംപിയറാണ് കണക്കാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? അടുത്ത ഡേറ്റ കറണ്ട് അല്ലെങ്കിൽ ആംപിയർ എത്രയാണ്? 150. അപ്പോൾ നമുക്ക് ഇതിൽ എത്ര ലോഡ് കണക്ട് ചെയ്യാമെന്ന് അറിയണ്ടേ? അത് കണ്ടുപിടിക്കണമല്ലോ. എന്നാൽ മാത്രമല്ലേ നമുക്ക് അതിനകത്ത് ലോഡ് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ലോഡ് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം? പവർ അറിയണം. എത്ര പവർ ഇതിൽ നിന്ന് കിട്ടും അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്, അല്ലെങ്കിൽ എത്ര പവർ അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ കഴിയും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പവർ കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് നമുക്ക് ഈ തന്നിരിക്കുന്ന P=V/I. അപ്പോൾ P=V എത്രയാണ് നിൽക്കുന്നത്? 12 I എന്ന് പറയുന്നത് 150 1800 വാട്ട്സ് അല്ലെങ്കിൽ പവർ. അതായത് നമുക്ക് രണ്ട് രീതിയിൽ തന്നെ പറയാം. ഒന്നേ നമുക്കിത് ഇപ്പോൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ 1800 വാട്ട്സ് ഇത്ര മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്യണം. സോളാർ പാനലുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴേക്കും ഒരു നിശ്ചിത ടൈമുണ്ട്. ആ ടൈമിനുള്ളിൽ ഇതിനേക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിന് എത്ര പാനൽ നമ്മൾ വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തേ പറ്റൂ. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് ബാറ്ററിയിലേക്ക് ലോഡ് കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ കൊണ്ട് നമുക്കത് ഡിസ്ചാർജ് ചെയ്യണം. അപ്പോഴും നമുക്ക് പവർ കാണേണ്ടി വരും. അപ്പോൾ പവർ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയത്തുള്ളൂ. അടുത്ത് ഇനി നമുക്കൊരു ലൈറ്റിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഇത് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ലൈറ്റ് എടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഇൻപുട്ട് വോൾട്ടേജ് ആയിട്ട് നമ്മൾ 230 വോൾട്ടേജ് ആണ് പറയുന്നത്, അല്ലെങ്കിൽ മാനുഫാക്ചർ പറയുന്നത് 230 വോൾട്ടാണെന്ന് എടുക്കുക, ഒരു എക്സാമ്പിൾ. ഓക്കെ, അതിനെടുക്കുന്ന പവർ മാനുഫാക്ചർ പറയുന്നത് 100 വാട്ട്സ്. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടില്ലേ 100 വാട്ട്സിൻ്റെ ബൾബ് അല്ലെങ്കിൽ 20 വാട്ട്സിൻ്റെ ബൾബ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഫെമിലിയർ ആണ്, ഈ 100 വാട്ട്സ് 20 വാട്ട്സ് എന്നൊക്കെ ഉള്ള. അപ്പം മാനുഫാക്ചർ പറയുന്നത് എൻ്റെ ലൈറ്റ് വർക്കാവാൻ വേണ്ടിയിട്ട് 230 വോൾട്ട് വേണം. അതങ്ങനെ 230 വോൾട്ട് അത് കറക്റ്റ് ബ്രൈറ്റ്നെസ്സിൽ വർക്കാവാൻ വേണ്ടിയിട്ട് 100 വാട്ട്സ് എടുക്കും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കറണ്ട് നമുക്ക് കാണണം. ഈ ലൈറ്റ് എത്ര കറണ്ട് എടുക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് കാണണം. എന്തിനാണ്? നമുക്ക് ഡിസൈനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഡേറ്റാസ് എന്തൊക്കെയാണ്? ഇവിടെ വോൾട്ടേജ് തന്നിട്ടുണ്ട് 230. അതുപോലെ തന്നെ പവർ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വാട്ട്സ് തന്നിട്ടുണ്ട്. എത്രയാണ്? 100. അപ്പോൾ അടുത്ത് നമുക്ക് കാണേണ്ടത് കറണ്ടാണ്. അപ്പോൾ കറണ്ട് കാണാനുള്ള ഇക്വേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ഈ ഒരു ഫോർമുലയിൽ കറണ്ട് കാണാനുള്ള ഇക്വേഷൻ തന്നിട്ടുണ്ടോ? കറണ്ട് കാണാനുള്ള ഇക്വേഷനും ഇതിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. അതായത് P=V/I എന്ന് തന്നെയാണ് കറണ്ട് കാണാനുള്ള ഇക്വേഷൻ എടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐനെ നമ്മൾ സമത്തിന് ഇപ്പുറം കൊണ്ടുപോകും. സമത്തിന് ഇപ്പുറം കൊണ്ടുപോകുമ്പോഴേക്കും P സമത്തിനപ്പുറം പോകും. ഓക്കെ, നമുക്കിവിടെ നോക്കാം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. I=P/V. P സമത്തിനിപ്പുറം പോകുമ്പം Vക്ക് മുകളിൽ വരും, അങ്ങനെ കണക്കാക്കുക. ഓക്കെ,
സമത്തിനപ്പുറം പോകുമ്പോഴേക്കും എപ്പോഴും പി മേളിലാണ് വരുന്നത്. ആ ഒരു രീതിയിൽ തന്നെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ പി ബൈ വി, ഐ ഈസിക്കൽ ടു പി ബൈ വി. നമുക്കിവിടെ ഐ ആണ് കാണേണ്ടത്, അതുകൊണ്ടാണ് ഐനെ നമ്മൾ സമത്തിനിപ്പുറം കൊണ്ടുവന്നത്. പിയും വിയും നമുക്കറിയാം എത്രയാണ്, 100/230 ഈസിക്കൽ എത്ര വരും, 0.43 എന്ന് കിട്ടും. അതായത് 0.43 ആംപിയർ എന്നാണ്. അത് ലൈറ്റ് 230 വോൾട്ട് 100 വാട്ട്സ് എടുക്കുന്ന സമയത്ത്, അതായത് ഫുൾ എഫിഷ്യൻസി എടുക്കുന്ന സമയത്ത് അതിനകത്ത് എടുക്കുന്ന ആംപിയർ എന്ന് പറയുന്നത് 0.43 ആംപിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇനി ഈ ലൈറ്റിന് പവറും കറണ്ടും തന്നിരിക്കുന്നു, വോൾട്ടേജ് കാണാനായിട്ട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാം? നമുക്കിവിടെ തന്നിരിക്കുന്ന ഡേറ്റാസ് എന്തൊക്കെയാണ്? പവറും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കറണ്ടും തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് വോൾട്ടേജ് ആണ്. അപ്പോൾ വോൾട്ടേജ് കാണാനുള്ള ഇക്വേഷൻ എങ്ങനെയാണ് എടുക്കേണ്ടത്? നമുക്കറിയാം, വി ഈസിക്കൽ ടു പി ബൈ ഐ. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ എഴുതാം. വി ഈസിക്കൽ ടു നമുക്ക് എത്രയാണ് പി പറഞ്ഞേക്കുന്നത്, 100 ഡിവൈഡ് ബൈ ഈ ഐ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എ എന്ന് പറയുന്നത് 0.43 ഈസിക്കൽ ടു എത്ര വരും, 230 വോൾട്ട് വരും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ട് വോൾട്ടേജും കറണ്ടും പവറും ഒക്കെ കാണാൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ട് തന്നെയാണ്, അതായത് പി ഈസിക്കൽ ടു വി ഇൻറ്റു ഐ കൊണ്ട് തന്നെയാണ് ഇതെല്ലാം നമ്മൾ കാണേണ്ടത്. ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ പാനലുകളും ബാറ്ററികളും അതുപോലെ തന്നെ ഇൻവെർട്ടറും എല്ലാം ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു മാനുഫാക്ചേഴ്സിൻ്റെ ഒരു എക്യുപ്മെൻറ്റ്സ് എടുക്കുന്നു, ആ മാനുഫാക്ചർ ചിലപ്പം അവരുടെ നെയിം പ്ലേറ്റിനകത്ത് വോൾട്ടേജും കറണ്ടും മാത്രമേ തരത്തുള്ളൂ, പവർ നമുക്ക് കാണത്തില്ല. അപ്പോൾ എത്ര പവർ എടുക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. എടുത്താൽ മാത്രമേ നമുക്കിത് ഡിസൈൻ ചെയ്യാക്കൂ. ആ ബാറ്ററിയിൽ എത്ര ലോഡ് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്ര പാനലുകൾ വെക്കണം, ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ഇക്വേഷൻ കാണാപ്പാടമായിട്ട് പഠിക്കണം. ഈ മാനുഫാക്ചേഴ്സ് മെയിനായിട്ട് വോൾട്ടേജും കറണ്ടും ആയിരിക്കും കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇക്വിപ്മെന്റ്സ് എത്ര വോൾട്ടേജിലാണ് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. നമുക്കിപ്പോൾ ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ 230 അല്ലെങ്കിൽ 415 വോൾട്ട്. ഓക്കെ, 415 എന്ന് പറയുന്നത് 3 ഫേസ് ആയിരിക്കും, 230 എന്ന് പറയുന്നത് സിംഗിൾ ഫേസും ആയിരിക്കും. അപ്പോൾ അതവർ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യും. കാരണം അതിന് മേലിലോട്ടുള്ള വോൾട്ടേജ്, ഇപ്പോൾ 230 വോൾട്ടേജിൽ കൊണ്ടുവന്ന് നമുക്ക് 415 വോൾട്ട് കണക്ട് ചെയ്യാൻ പാടില്ല, ആ മെഷീൻ ഡാമേജ് അല്ലെങ്കിൽ കത്തിപ്പോവും. ഓക്കെ, അതുകൊണ്ട് കൃത്യമായിട്ട് മാനുഫാക്ചർ വോൾട്ടേജ് അവിടെ കൊടുക്കും. അതുപോലെ തന്നെ അവിടുത്തെ കറണ്ടും കൊടുക്കും, ആ മെഷീൻ്റെ കറണ്ട് അല്ലെങ്കിൽ ആ ലൈറ്റിൻ്റെ കറണ്ട് അവിടെ കൊടുക്കും. മെഷീൻ ലൈറ്റിൻ്റെ കേസല്ല, ഇപ്പോൾ മെഷീൻ അതുപോലെ മോട്ടർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിന് കൃത്യമായിട്ട് ഒരു ആംബിയർ വോൾട്ടേജ് ആയിരിക്കും കൊടുക്കുന്നത്. ചില മാനുഫാക്ചേഴ്സ് അതിൻ്റെ പവറും കൊടുത്തിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോണ വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രീതിയിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെൽ ഐക്കണും എനേബിൾ ചെയ്യുക.